ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ പാറക്കുട്ടിയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് വിളിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് സത്യഭാമയും രാഘവൻ നായരും ഒക്കെ ഇരിക്കുകയാണ്. അതേസമയം ഒരുങ്ങി റെഡിയായി വിഷ്ണുവും ശാലിനിയും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും അർജുൻ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അന്നേരം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. വീട്ടിലാണ്, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും അടുത്തുണ്ടോ എന്ന് അർജുൻ ചോദിക്കുകയാണ്. അന്നേരം ഉണ്ടോ എന്ന് പറയുമ്പോൾ എങ്കിൽ വിഷ്ണു ഫോൺ സ്പീക്കറിൽ ഇടുമെന്ന് പറയുകയാണ്. അന്നേരം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതെല്ലാവരും കേൾക്കേണ്ട കാര്യമാണ്, പെട്ടെന്ന് സ്പീക്കറിലിട് എന്നിങ്ങനെ അർജുൻ പറയുമ്പോൾ വിഷ്ണു ഫോൺ സ്പീക്കറിലിടുകയാണ്. അന്നേരം ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, കരഞ്ഞു തീർക്കേണ്ട സമയമല്ല, പാറക്കുട്ടിയുടെ ജീവന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ പറഞ്ഞ സംഭവങ്ങൾ മുഴുവൻ പറയുകയാണ്. അന്നേരം എന്താ മോനെ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായരങ്ങ് കരച്ചിലാവുകയാണ്. അന്നേരം കരയേണ്ട സമയമല്ല, ഇത് എങ്ങനെയും കണ്ടുപിടിക്കണം, എങ്ങനെയാണ് ഉള്ളിലെത്തിയത്, വിഷം ഉള്ളിലെത്തിയത് എന്നൊക്കെ കണ്ടുപിടിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ പ്രീതി ഓർമ്മയില്ലാതെ കിടക്കുമ്പോൾ പാറക്കുട്ടി നമ്മൾ പഞ്ചകൈലാസ യാത്രയിൽ പോകുമ്പോൾ പാറക്കുട്ടി വേറെ എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്നിങ്ങനെ തിരക്കുകയാണ്. അന്നേരം ശാലിനി ഫോൺ വാങ്ങിച്ചിട്ട് ഇല്ല, പാലും കുറുക്കും ഒക്കെയാണ്, പൊന്നിയുടെ കയ്യിലായിരുന്നു കുഞ്ഞ് എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ പൊന്നി പെട്ടെന്ന് പറയുന്നുണ്ട് ഇല്ല, ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്നേരം അർജുനൻ ശ്രദ്ധിക്കുകയാണ്. എന്താന്ന് ചോദിക്കുമ്പോൾ പൊന്നി ആ സംഭവം പറയുന്നുണ്ട്. അന്ന് അവരെല്ലാവരും പഞ്ചകൈലാസത്തിൽ പോയിരുന്നപ്പോൾ പൊന്നി കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് റൂമിലാക്കിയിട്ട് ചായക്കുമായിട്ട് പ്രീതിക്കുള്ള ചായയുമായിട്ട് പോവുകയായിരുന്നു. പഞ്ചകൈലാസത്തിലതിന് ശേഷം വന്നിട്ടുള്ള ശേഷമാണെന്ന് തോന്നുന്നു പ്രീതിക്കുള്ള ചായയുമായിട്ട് പോകുന്ന കഥയാണ് അതിൽ പറയുന്നത്. അന്നേരം കുഞ്ഞിൻ്റെ കരച്ചിൽ, ചിരിയും കരച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ ഇത് പാറക്കുട്ടിയുടെ ശബ്ദമല്ലേ എന്നും പറഞ്ഞ് പൊന്നി ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ സുസ്മിതയുടെ കയ്യിലിരിക്കുകയാണ് പാറക്കുട്ടി. കുഞ്ഞിന് കുറുക്ക് കൊടുക്കുകയാണ് സുസ്മിത. അങ്ങനെ എടി സുസ്മിതയെന്നും പറഞ്ഞ് ഓടി അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം കുഞ്ഞിനെ ഇങ്ങ് വാങ്ങിച്ചിട്ട് നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിന് ഞാൻ കുറുക്ക് കൊടുക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിനെ അങ്ങ് പിടിച്ചു വാങ്ങിയിട്ട് ദേ കുഞ്ഞിനെ ഇതൊക്കെ നോക്കാനായിട്ട് നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചു, ഇനി കുഞ്ഞിനെ തൊട്ടാൽ നിന്റെ കൈ ഞാൻ വെട്ടും എന്നിങ്ങനെ പൊന്നു പറയുകയാണ്. അന്നേരം ഇനി തൊടേണ്ട ആവശ്യം വരില്ല, ഇതിപ്പോൾ അത്യാവശ്യമായതുകൊണ്ടാണ്, എൻ്റെ ജോലി തീർന്നു എന്നിങ്ങനെ പറയുമ്പോൾ പൊന്നി സംശയിക്കുകയാണ്. അന്നേരം പാത്രം കാണിച്ചിട്ട് ദേ കുറുക്ക് മുഴുവനും അവൾ അകത്താക്കി എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ആ ചായ പൊന്നി ചായ അവിടെ വെച്ചിട്ടാണ് പാറക്കുട്ടിയെ പെട്ടെന്ന് എടുത്ത് സുസ്മിതയുടെ കയ്യിൽ നിന്നും ഈ ചായ ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ അത് പ്രീതി കുഞ്ഞിനാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയുമ്പോൾ പൊന്നി ഒന്ന് സംശയം പ്രകടിപ്പിക്കുകയാണ്. അന്നേരം പേടിക്കേണ്ടടി, നിൻ്റെ പ്രീതിയുടെ മുമ്പിൽ ഇങ്ങനെ കവാത്ത് വയ്ക്കുക മാത്രമല്ലേ എൻ്റെ ജോലി, ഞാൻ അത്ര നല്ല കക്ഷിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, എന്നാലും ഞാൻ കുറച്ചൊക്കെ നന്നായി, ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ചായയും മേടിച്ചുകൊണ്ട് പ്രീതിക്കുള്ള ചായയും മേടിച്ചുകൊണ്ട് സുസ്മിത ഇനി അകത്തേക്ക് കയറുകയാണ്. അന്നേരം പൊന്നി ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അർജുൻ ഫോണിൽ കൂടി കേട്ട് നിൽക്കുന്നു. ബാക്കി എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അർജുൻ അങ്ങ് തലയെ കൈവയ്ക്കുകയാണ്. അന്നേരം സുസ്മിതയുടെ കയ്യിൽ നിന്നാണ് സംഭവിച്ചതെന്ന് അവർക്ക് അവിടെ മനസ്സിലാവുകയാണ്. തുടർന്ന് പൊന്നി പറയുന്നുണ്ട് അന്നേരം കുറുക്ക് കുടിച്ചു കഴിഞ്ഞ ശേഷവും പാറക്കുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ അങ്ങ് ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ്. ഒരു കുഴപ്പവും ഇല്ലായിരുന്നോടി എന്നും പറഞ്ഞാൽ മുമ്പിൽ നിന്ന് കസേരയൊക്കെ നീക്കി എറിഞ്ഞിട്ട് പൊന്നിയെ തല്ലാനായിട്ട് കൈയോങ്ങുകയാണ്. അന്നേരം വേണ്ട എന്നിങ്ങനെ രാഘവൻ നായർ വിളിക്കുമ്പോൾ അച്ഛാ ഇവള് പൊന്നി എന്നിങ്ങനെ പറയുമ്പോൾ അവളെ അല്ല കുറ്റം പറയേണ്ടത്, വിഷപ്പാമ്പിനെ വീട്ടിലേക്ക് കയറ്റി വളർത്തിയില്ലേ, അപ്പോൾ ആ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കണമായിരുന്നു എന്നിങ്ങനെ സത്യഭാമയെ നോക്കിയാണ് പറയുന്നത്. പക്ഷെ എല്ലാവരും സങ്കടത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് അന്യോന്യം കുറ്റപ്പെടുത്തുകയോ പഴിചാരുകയോ ഒന്നും ചെയ്യേണ്ട സമയമല്ല, നമുക്കിത് നന്നായിട്ട് കൈകാര്യം ചെയ്യണം, എങ്ങനെയും ആ ആൻറ്റി ഡ്രഗ്സിനുള്ള ആ ഡോസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം എന്നിങ്ങനെ ശാലിനി സംസാരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് മോളെ, അതേ ഡ്രഗ് പ്രീതിക്ക് കൊടുത്തതായിരിക്കും, അതേ ഡ്രഗ് അവൾ ആ കുഞ്ഞിനും കൊടുത്തു, ആ കുഞ്ഞു ശരീരത്തിന് താങ്ങാൻ കഴിയില്ല, എന്ത് ചെയ്യും ദൈവങ്ങളെ എന്നും പറഞ്ഞ് ഇങ്ങനെ രാഘവൻ നായർ ഇരിക്കുന്നുണ്ട്. ആകെ തളർന്ന് സത്യഭാമ സെറ്റിയിലേക്ക് ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷ്ണുവും ശാലിനിയും കൂടി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് സെല്ലിനകത്താണ്. സരോജവും സുസ്മിതയും ഉണ്ട്. അങ്ങനെ സുസ്മിതയും ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കൂടെ തല്ലുന്നതെന്ന് കാണുമ്പോൾ തല്ലുന്നതെന്ന് ചോദിക്കുമ്പോൾ പാമ്പ് എന്തിനാണ് എല്ലാവരെയും തല്ലുന്നത്, അതിനെ ഉപദ്രവിച്ചൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഒന്നിന് മൂന്നായിട്ട് തിരിച്ചു കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി എന്നും പറഞ്ഞ് സുസ്മിത ദേഷ്യപ്പെടുകയാണ്. എന്നാൽ പിന്നെ ഇതും കൂടി പിടിച്ചോന്നും പറഞ്ഞ് സുസ്മിതയെ വീണ്ടും തലങ്ങും വിലങ്ങും മുട്ടുകയറ്റിയും ഒക്കെ അടിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സൂപ്രണ്ട് ലിഡിയ പോൾ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നത് കാണിക്കുകയാണ്. അന്നേരം അടുത്ത സെല്ലിലെ സ്ത്രീകൾ വിളിച്ചു പറയുന്നുണ്ട് സൂപ്രണ്ട് ലിഡിയ പോൾ വരുന്നു എന്നിങ്ങനെ, ലിഡിയ മാഡം വരുന്നു എന്നിങ്ങനെ വിളിച്ചു പറയുമ്പോൾ സരോജവും തല്ലു നിർത്തുകയാണ്. അന്നേരം സുസ്മിതയ്ക്കങ്ങ് ധൈര്യം കൂടുകയാണ്. ഈ വരുന്ന സൂപ്രണ്ട് എൻ്റെ ആളാണ്, നിന്നെ ഇവിടെ ഇപ്പോൾ കുഴി വെട്ടി മൂടും, അവരുടെ അറിവോട് കൂടിയാണ് നീ എന്നെ ഇഞ്ചിഞ്ചായിട്ട് തല്ലുന്നതെന്നല്ലേ പറഞ്ഞത്, അതിനുള്ള വഴി ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ച് തരാമെന്നും പറഞ്ഞ് ധൈര്യമൊക്കെ സംഭരിച്ച് ലിഡിയ പോൾ തൻ്റെ ആളാണ് എന്നുള്ള രീതിക്ക് സുസ്മിത സരോജത്തോട് പൊരുതി നിൽക്കുകയാണ്.
തുടർന്ന് ആ സുസ്മിതയുടെ സെല്ല് തുറന്ന് സൂപ്രണ്ട് ലിഡിയ അകത്തേക്ക് കയറുമ്പോൾ ദേ ലിഡിയ ഇവളെന്നെ ഇടിക്കുന്നു, ലിഡിയയുടെ അറിവോട് കൂടിയാണ് എന്നെ ഇടിക്കുന്നതെന്നാണ് ഇവൾ പറയുന്നത്, ഇതൊക്കെ ശരിയാണോ, ഇവളെ എങ്ങോട്ട് മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞ് സരോജത്തെക്കുറിച്ച് അങ്ങ് പരാതികൾ അങ്ങ് പേര് വിളിച്ച് സുസ്മിത സംസാരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം ഈ സൂപ്രണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, സരോജം ഈ കേട്ടതൊക്കെ ശരിയാണോ എന്ന്. അന്നേരം സരോജ ഒന്നും മിണ്ടുന്നില്ല. അതേ മര്യാദയ്ക്ക് രണ്ടും ഇതിനകത്ത് കഴിഞ്ഞോളണം, ഇല്ലെങ്കിൽ രണ്ടിൻ്റെ എല്ല് ഞാൻ വെള്ളമാക്കും എന്ന, രണ്ടിനും കിട്ടും അടി എന്നൊക്കെ പറയുമ്പോൾ ഈ കാണ്ടാമൃഗം എന്നെ കുത്തിമറിച്ചിട്ടും ലിഡിയ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ ഇവളെന്താ തൂക്കാൻ വിധിക്കണോ, ജയിലിനകത്തും സീനിയോറിറ്റി ഉണ്ട്, അവർ പറയുന്നത് പോലെയൊക്കെ കേട്ട് ജീവിച്ച് അടങ്ങി ഒതുങ്ങി നിന്നേ മതിയാവൂ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവളുടെ കാല് ഞാൻ കഴുകി വെള്ളം കുടിക്കണമെന്ന് ഇങ്ങനെ സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ നിന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ ചിറ്റപ്പനുണ്ടല്ലോ ചന്ദ്രബോസ് എന്നും പറഞ്ഞ് സുസ്മിത പറയാൻ തുടങ്ങുകയാണ്. അന്നേരം ചിറ്റപ്പനും കൊച്ചച്ഛനും ഒക്കെ അങ്ങ് ജയിലിന് പുറത്ത് പേഴ്സണൽ ബന്ധങ്ങളുടെ പടച്ചട്ടയൊക്കെ അഴിച്ചു വെച്ചിട്ട് വേണം ഇതിനകത്ത് കഴിയാനായിട്ട്. പിന്നെ ചോദിക്കുമ്പോൾ ചിക്കനും മട്ടനും ഒക്കെ വിളമ്പാനായിട്ട് നമ്മളിവിടെ ഫുഡിൻ്റെ ഡെലിവറി ഒന്നും നടത്തുന്നില്ല, ഉള്ളത് കഴിച്ച് അടങ്ങി ഒതുങ്ങി ഇതിനകത്ത് കഴിഞ്ഞോളണം, അവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞോളണം. പിന്നെ നീ ഇവിടുത്തെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പട്ടാഴിയിലെ വീട്ടിലേക്ക് നിന്റെ ചിറ്റപ്പനെയും കൂട്ടി വാ, 4 കൂട്ടം പായസവും അടക്കം ഒരു ഉഗ്രൻ സദ്യ തന്നെ ഞാൻ തരാം, മര്യാദയ്ക്ക് ഇവിടെ നിന്നോളണം എന്നിങ്ങനെ വാണിംഗ് കൊടുക്കുകയാണ്. എന്നിട്ട് പോകാൻ നേരം പറയുന്നുണ്ട്, പിന്നെ പ്ലെയിനായിട്ട് തന്നെ ലിഡിയ എന്നങ്ങ് വിളിക്കാനായിട്ട് നിന്റെ മടിയിലിരുത്തിയൊന്നുമല്ല എൻ്റെ പേരിട്ടത്, പിന്നെ ഇത് നിന്റെ വല്യപ്പൻ്റെ പിന്നെ വീടൊന്നും അല്ല, നിനക്ക് AC ഒക്കെ ഹോം ബെഡൊക്കെ സെറ്റ് ചെയ്ത് തരാനായിട്ട്, മര്യാദയ്ക്ക് കഴിഞ്ഞോണം, ഈ ഒരു പേടി ഉണ്ടാവണം എന്നിങ്ങനെ പറയുമ്പോഴും അവിടെ സുസ്മിത അങ്ങ് പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഒന്നും നടക്കില്ല എന്നവിടെ മനസ്സിലാവുകയാണ്. സർക്കാരിൻ്റെ ജയിലാണ്, ഇവിടെ ഞങ്ങൾ പറയുന്നതേ നടക്കൂ, അതനുസരിച്ച് നടക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. പേടി ഉണ്ടാവണം, പിന്നെ മേഡം എന്ന് വിളിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ തലവഞ്ചിരിക്കുകയാണ്. അതിനെ കേട്ടോടി എന്നിങ്ങനെ ഉറക്കെ ചോദിക്കുമ്പോൾ ആ ശരി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആ പേടി ഉണ്ടാവണം എന്നുകൂടി വിരൽ ചൂണ്ടി ഈ സൂപ്രണ്ട് പറഞ്ഞിട്ട് അങ്ങ് ജയിലിൽ നിന്ന് ആ സെല്ലിൽ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. ഇതേസമയം പിന്നെ അവർ സരോജൻ ചോദിക്കുന്നുണ്ട്, കാണ്ടാമൃഗം കുത്തിമറിച്ചൊന്ന് നീ പറഞ്ഞല്ലോ, അത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാടി എന്നും പറഞ്ഞ് മുട്ട് കയറ്റി വയറ്റിലേക്ക് സുസ്മിതയുടെ വയറ്റിലേക്ക് 2-3 ഇടി ഇടിക്കുകയാണ്. അന്നേരം സുസ്മിതയാണെങ്കിൽ വേദന കൊണ്ടങ്ങ് തറയിലേക്ക് വീണ് വയറൊക്കെ ഇങ്ങനെ തടവി ഇരിക്കുകയാണ്. അന്നേരം അവിടെയും സുസ്മിതയ്ക്ക് ഒരു രക്ഷയും കിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് വീണ്ടും ആ ഹോസ്പിറ്റൽ മുറിയാണ് കാണിക്കുന്നത്. അന്നേരം ഡോക്ടർ അർജുനോട് പറയുന്നുണ്ട്, പ്രീതിയുടെ ശരീരത്തിൽ കുത്തിവെച്ച അതേ ഡ്രഗാണ് കുഞ്ഞിനും കൊടുത്തതെന്നുള്ളത് നമ്മുടെ ഒരു അഭ്യൂഹം മാത്രമാണ്, പക്ഷെ അതിനെതിരെയുള്ള ആൻറ്റിഡോസ് കിട്ടും, പക്ഷെ അത് കുത്തിവെച്ച് കഴിഞ്ഞാൽ അതല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയില്ല, ബ്രെയിൻ ഡെത്ത് പെട്ടെന്നാകും സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ പ്രീതിയെ ചികിത്സിച്ച ഹോസ്പിറ്റലുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു, ആൻറ്റി ഡ്രഗ് പെട്ടെന്ന് ഇവിടെ എത്തും, ട്രാഫിക്കിലും ഒക്കെ പോലീസിൻ്റെ സഹായം ഉണ്ടാവും, അത് പെട്ടെന്ന് നടക്കും, പക്ഷേ അതല്ല ഉപയോഗിച്ചതെങ്കിലോ ഒരു ക്രൈം ചെയ്ത കുറ്റവാളി, എന്തായാലും സമർത്ഥയായ കുറ്റവാളിയാണ് ഈ സുസ്മിത എന്ന് പറയുന്നത്, അവൾ എന്തായാലും 2 കാര്യത്തിന് ഒരേ ഡ്രഗ് ഉപയോഗിക്കാനായിട്ട് സാധ്യതയില്ല, കാരണം അവളുടെ മുന്നിൽ വേറെ വഴികളില്ലല്ലോ, ആദ്യത്തേത് പരാജയപ്പെട്ടാലും മറ്റേത് അവൾ പിടിമുറുക്കി കാണും എന്ന് പറയുമ്പോൾ അർജുൻ ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം സുസ്മിതയുടെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ ആ ഒരു ഡ്രഗിൻ്റെ പേര് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ കുഞ്ഞിനോട് കൊടും ക്രൂരത ചെയ്ത അവൾ തന്നെ ഇത് പറഞ്ഞു തരുമോ എന്നാണ് ചോദിക്കുന്നത്. അന്നേരം ഒരു അഡ്വക്കേറ്റായ അർജുന് അതൊക്കെ സാധിക്കില്ല, ഒരു ശിക്ഷ വിധിക്കപ്പെട്ട കുറ്റവാളിയുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് അർജുൻ ഇപ്പോൾ മനസ്സിലാകില്ലേ, ചിലപ്പോൾ ജയിലിൻ്റെ ആ ദുരൂഹതയും കാരാഗ്രഹവും ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാവും, അപ്പോൾ ചിലപ്പോൾ ഇതിന് ഈ ഒരു കുഞ്ഞിനോട് ഇങ്ങനെ ക്രൂരത ചെയ്തതിൽ അർജുന് അവൾക്ക് കൊലക്കയർ വരെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ലേ, അപ്പോൾ മുന്നോട്ടുള്ള ജീവിതം വീണ്ടും അടയ്ക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്, ഇനിയിപ്പോൾ അവളെ അനുനയിപ്പിക്കാനായിട്ട് ആരെങ്കിലും മുന്നിട്ടിറങ്ങുക തന്നെ വേണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസും ഈ കുഞ്ഞിനെതിരെയുള്ള കേസും ഒക്കെ പിൻവലിക്കാമെന്നും ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുൻ അങ്ങ് ആലോചിച്ച് നിൽക്കുകയാണ്. അതൊന്നും അത് മാത്രമേ ഉള്ളൂ വഴി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തായാലും സുസ്മിതയെ ഭീഷണിപ്പെടുത്തി ഈ ഒരു വാക്ക് കൊടുത്ത് അവർ ആൻറ്റി ഡ്രഗിൻ്റെ പേര് തിരിച്ചറിയും, അപ്പോൾ ആൻറ്റി ഡ്രഗ് കുത്തിവെച്ച് കുഞ്ഞിനെ രക്ഷിക്കുമായിരിക്കും. പക്ഷേ കേസൊക്കെ പിൻവലിക്കുമ്പോൾ നിമിഷങ്ങൾക്കകം സുസ്മിത പോയിന് പുറത്ത് വരാനുമായിരിക്കും സാധ്യത. തുടർന്ന് ഒരു നിവൃത്തിയില്ലാതെ അർജുൻ അങ്ങ് ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പ്രീതിയാണെങ്കിൽ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചങ്ങ് ആകെ കരച്ചിലാണ്. തുടർന്ന് അർജുനാണെങ്കിൽ പ്രീതിയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചങ്ങ് നിൽക്കുകയാണ്, മറ്റൊരു വഴിയുമില്ലാതെ. ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ എല്ലാവരും ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുട്ട വാ പോകാമെന്ന് വിളിക്കുമ്പോൾ എവിടേക്കെന്ന് ശാലിനിയോട് ചോദിക്കുകയാണ്. അന്നേരം ജയിലിലേക്കെന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞിനോട് ഇത്രയും കൊടും ക്രൂര കൃത്യം ചെയ്ത അവൾ ആ ഡ്രഗിൻ്റെ പേര് പറയുമ്പോൾ മോളെ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അല്ലാതെ നമുക്ക് വേറെ വഴിയില്ലല്ലോ, അവളോട് ചോദിച്ചു നോക്കാം, എന്ത് വിട്ടുവീഴ്ചയ്ക്കും നമുക്ക് തയ്യാറാവാം, വേണമെങ്കിൽ അവളുടെ കാല് പിടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും ജീവൻ അവൾക്ക് വേണമെങ്കിൽ അതും കൊടുക്കാം, പാറക്കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇതല്ലേ ഉള്ളൂ വഴി എന്ന് പറയുമ്പോൾ എല്ലാവരും സത്യഭാമ കരയുന്നുണ്ട്, പൊന്നിയും രാഘവൻ
രാഘവൻ നായരും വിഷ്ണു ഒക്കെ കരഞ്ഞിരിക്കുകയാണ്. തുടർന്ന് വാ നമുക്ക് മുന്നിൽ അധികം സമയമില്ല, ശ്രമിച്ച് നോക്കാം എന്ന് പറഞ്ഞ് വിഷ്ണുവിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് ശാലിനി അവിടെ നിന്നും ഇറങ്ങുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. അപ്പോൾ എന്തായാലും സുസ്മിതയ്ക്കിന് ശിക്ഷയിൽ ഇളവൊക്കെ കിട്ടും, ഇവർ കേസൊക്കെ പിൻവലിക്കും, അങ്ങനെ വീണ്ടും സുസ്മിത പുറത്തിറങ്ങും, അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും പാറുക്കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുമായിരിക്കും. ഇത്രയുമാണ് പുതിയത്. താങ്ക് യു.